ഹായ്, എന്തുകൊണ്ട് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയും കുഴപ്പമില്ല. പിന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രീസമോൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലേ. സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾ കണ്ടില്ല ഇവൻ ഇതെടുത്തത്, ബഡ്സ് എടുത്തത്. രാത്രി പ്രെയറൊക്കെ കഴിഞ്ഞ് ഇവൻ ഈ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിലുണ്ടല്ലോ ഇവനൊരു ഇതുണ്ട്, ഇങ്ങനൊരു സൗണ്ട് ഉണ്ടാക്കലുണ്ട്. അത് തൊണ്ടയ്ക്ക് എന്തെങ്കിലും കുഴപ്പമാണോ പിന്നെ ചെവി ചൊറിയുവാന്നോ എന്തോന്ന് വെച്ചാൽ അവനും മനസ്സിലാകത്തില്ല. അന്ന് തൊട്ട് ഒന്ന് ഒരു ENT എങ്ങനെ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം പ്രെയർ സമയത്ത് അവൻ ആ സൗണ്ട് അവൻ അവോയ്ഡ് ചെയ്യാൻ അവൻ ചെവിയിൽ ഇങ്ങനെ കൈയിട്ട് ചൊറിഞ്ഞെന്ന് പറയുന്നു. അപ്പം പിന്നെ അവൻ അത് കഴിഞ്ഞ് ചൊറിച്ചിൽ കാരണം അവൻ ബഡ്സ് വന്ന് എടുത്ത് ചെയ്ത്. അപ്പം ലാസ്റ്റിലാണ് ഞാൻ കണ്ടത്. അപ്പം ഇനി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കിടക്കാൻ നേരം ഇവന് വേദനയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രാത്രി ആയതുകൊണ്ട് പിന്നെ എവിടെയാ കൊണ്ടുപോകുന്നത്? അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി എന്തെങ്കിലും വേദനയ്ക്ക് പ്രതിവിധി ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇളം ചൂട് ഇതിൽ ചെവിയിൽ പിന്നെ ഇതിൽ ഇളം ചൂടല്ല ചൂടാക്കിയിട്ട് അതൊന്ന് തണുത്തിട്ട് ഒഴിക്കാനൊക്കെ അതുകൊണ്ട് നമ്മൾ രാത്രി കൊണ്ടുപോകും. ഹോം റെമഡി ചെയ്തുകൊണ്ട് നമ്മൾ ഇരുന്നതല്ല. ചെവിയും മൂക്കും കണ്ണും നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെ പിറ്റേന്നാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തിരക്കിയുണ്ടെങ്കിൽ അവർ പറഞ്ഞ് ഇങ്ങനെ സ്ഥിരം ഇവിടെ ഡോക്ടർ നമ്മുടെ അടുത്ത് സ്ഥിരം ഡോക്ടർ ഇങ്ങനെ ഇരിക്കില്ല, പേഷ്യൻ്റ് വരുന്ന അനുസരിച്ച് ഡോക്ടർക്ക് കോൾ ചെയ്യുമ്പം വരുമെന്ന്. അപ്പോൾ അന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കോൾ ചെയ്തോണ്ടേ ഡോക്ടറെ കൊട്ട് വരാനും പറ്റത്തില്ല. അതുകൊണ്ട് സാറ്റർഡേയും കാണിക്കാം. പിന്നെ സൺഡേ ആയി. അപ്പോൾ റീച്ചാൻ്റെ കൂടെ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നേ റീച്ചാൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ്. അപ്പോൾ പുള്ളിയെടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ചെവിയിൽ ഒഴിക്കുന്ന മരുന്നും അത് കഴിഞ്ഞ് ഇവരങ്ങ് പനിയും കയറി. പിന്നെ വേദനയുടെയും പനിയുടെ ആയിട്ട് ഉള്ള മരുന്നും കൂടെ തന്നു. അപ്പോൾ അത് ഒഴിച്ച ഉടനെ അവന് പക്ഷേ ഇയർ ഡ്രോപ്സ് അവന് അത്ര സൂട്ടായില്ല. അത് ഒഴിക്കുന്നുണ്ട് അവന് ചെവി ഇച്ചിരുന്ന് ചൂടായി അവിടെ അവന് ചെള്ളയുടെ അവിടെയൊക്കെ റാഷസ് പോലെ വന്നു. അങ്ങനെ ഞങ്ങൾ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടേ ഇവിടെ അടുത്തൊരിടത്ത് ENT ക്ലിനിക്ക് കണ്ടുപിടിച്ച്. അപ്പോൾ അവിടെ ചെന്നുടനെ അവിടെ ചെന്നുടനെ അത് മലയാളിയായിരുന്നു ആ ഡോക്ടർ. അപ്പം പുള്ളിക്കാരി നോക്കിയിട്ട് പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ട്, ഒരു ദിവസത്തെ ആൻറ്റിബയോട്ടിക്കും തന്നു, മരുന്ന് വേറെ ചെവിയിൽ ഒഴിക്കാനുള്ളത് മാറ്റി തന്നു. ആ ഡോക്ടർ പറഞ്ഞ് പനിയുടെ വേദനയുടെ ആ മരുന്ന് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. ഇപ്പം വ്യത്യാസമുണ്ട്, എന്നാലും വേദന ഉണ്ടെന്നാണ് പറയുന്നത്. ആകെ അങ്ങ് ടെൻഷനായി പോയെന്നുള്ളതാണ്. ആദ്യത്തെ ദിവസമൊന്നും ഇവരങ്ങനെ വേദന കുറവുണ്ടെന്ന് പറയും, പിന്നെ പറയുന്നുണ്ട്. പിന്നെ പനിയും കൂടെ ആയപ്പോഴത്തേനും അങ്ങൊരു വിഷമമായി പോയി. നമ്മളാകെ പേടിച്ച് പോയെന്നുള്ളതാണ്. അതാ ഈ കൊച്ചുങ്ങൾ അവനങ്ങനെ എല്ലാം എന്നോട് വന്ന് ചോദിച്ചിട്ട് എടുക്കത്തുള്ളൂ. കബോർഡിൻ്റെ അകത്ത് ഞാൻ വെച്ചേക്കുമായിരുന്നു. അവൻ എന്തോ തോന്നി ഇങ്ങനെ പോയി എടുത്തെന്ന് എനിക്കറിയത്തില്ല. എന്തുണ്ടെങ്കിലും ഇവന് വന്ന് ചോദിക്കും, മമ്മി ഒരു ബിസ്ക്കറ്റാണെങ്കിൽ പോലും എടുക്കാൻ ചോദിക്കും, മമ്മി ഞാൻ ബിസ്ക്കറ്റ് എടുത്തോട്ടെ, അങ്ങനെ ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ഇത് തന്നെത്താൻ അങ്ങ് ചെയ്ത് ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. പിള്ളേർക്കൊക്കെ വല്ലതും വന്നെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ആകെ ഒരു ഇതിൽ അങ്ങ് നടക്കുമായിരുന്നു എന്നുള്ളത്. പിന്നെ റീച്ചാൻ്റെ മനസ്സിലുണ്ടെങ്കിൽ റീച്ചാൻ നല്ല ധൈര്യത്തോടെല്ലാം മുന്നോട്ടും. പക്ഷേ എനിക്കൊരു ഇച്ചിരി മതി. ഞാൻ 2 ദിവസം സൺഡേ ആകുമ്പോൾ എങ്ങും ഡോക്ടറില്ലല്ലോ. ആ ദിവസം ഞാൻ തള്ളി നീക്കിയത് എനിക്കറിയാം. ഒരു ദിവസം മൺഡേ ആവണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കാൻ നല്ല ഡോക്ടറെ പോയി കാണിക്കാൻ പറ്റും. കാരണം നമ്മളും ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ കണ്ടിട്ടുള്ളതാണ് ENT ഡോക്ടറൊക്കെ അവർക്കൊക്കെ ചെയ്യുന്നേയും കാണിക്കുന്നേയും. നമുക്കറിയാം അങ്ങനെ ഇതൊന്നും ചെവിയിൽ ഇട്ടുകൂടാന്ന്. എന്തോ ചെയ്യാനാ, വരാനുള്ളത് വന്നു. ഓക്കെ, വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഇരുമ്പമ്പുള്ളിയുടെ കാര്യം പറഞ്ഞത് ഒരു സബ്സ്ക്രൈബർ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ മരത്തോടെ തന്നു വിടാമെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ആ ചതുരപ്പുളി കാണിക്കാം കേട്ടോ. ഞാൻ പറയില്ല ഒരു ചതുരപ്പുളിക്ക് 10 രൂപയെന്ന്. ചേച്ചി എനിക്ക് കുറേ ചതുരപ്പുള്ളിയുടെ ഫോട്ടോ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാടി? അവരുടെ വീട്ടിൽ മരമുണ്ട്. അപ്പോൾ ഞാൻ പറയടി ഇവിടെ 10 രൂപയാണ് ഒരു വാടിക്കുറഞ്ഞ ഒരെണ്ണത്തിന്. അത് പച്ചയ്ക്ക് തിന്നാനും നല്ല കേട്ടോ. ഒരു സൈസ് ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്നുണ്ടേ ഒരു താത്താടെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് കൈയ്യ് കരാതെ പറഞ്ഞ് പോയിട്ട് പറിക്കാൻ പോകുമായിരുന്നു.
മുടിക്കുക. അവരോട് ചോദിച്ചാകുന്ന തരത്തിലല്ലേ. അങ്ങനെ ഞാൻ തിന്നിട്ടുണ്ട്. അന്ന് തിന്നതേ ഉള്ളു, വർഷങ്ങൾക്ക് മുമ്പിട്ട്. അതോ എത്ര 3-ലോ 4-ലോ പഠിക്കുന്ന സമയത്ത് അന്ന് തിന്നതേ ഉള്ളു, പിന്നെ തിന്നിട്ടില്ല. വേണ്ട, അങ്ങനല്ല പറഞ്ഞത്, അങ്ങനല്ല പറഞ്ഞത്. ആ സാരമില്ല. രാവിലെ ദോശ ഉണ്ടാക്കുന്നത്. അപ്പം ഈ സോഫ്റ്റ് ദോശ ഉണ്ടാക്കാൻ ഞാൻ എന്തോ ചെയ്യുമെന്ന്, ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ 1 ഗ്ലാസ് നമ്മുടെ പച്ചരി ആണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് നമ്മുടെ പുഴുക്കലരിയും, ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ ടോട്ടൽ 2 ഗ്ലാസ്സാണ് വീട്ടിൽ അരി എടുക്കുക. 2 ഗ്ലാസ് പച്ചരിയും ഒരു 1/2 ഗ്ലാസ് ഉഴുന്നും എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്തോ ചെയ്യുന്നോ, 1 ഗ്ലാസ് ആദ്യം 1 ഗ്ലാസ് പച്ചരി എടുക്കും, അല്ലെങ്കിൽ 1/2 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് നമ്മുടെ പുഴുക്കലരിയും, എന്നിട്ടൊരു 1/2 ഗ്ലാസ് ഉഴുന്നും രാത്രി നമ്മൾ അരയ്ക്കുന്ന ഉടനെ ഒരു 1/2 കപ്പ് ചോറ് കൂടെ അരയ്ക്കും. അപ്പം നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പണ്ട് നമ്മുടെ ഈ ചായക്കടകളിലൊക്കെ കിട്ടിയ ഒരു സൈസ് അപ്പം, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതൊരു നല്ല അപ്പവും ഈ ചമ്മന്തി പൊടിയാണ് തരുന്നത്, ചമ്മന്തി കറിയല്ല, ചട്നിയല്ല, അതിൻ്റെ ഒരു പൊടി തേങ്ങ വറുത്ത് അതുകൂടെ. ആ അപ്പം തിന്നാൻ, അപ്പം ഇനി തേങ്ങ അരച്ച അപ്പമായിരുന്നു അത്, ഇതുപോലെ ദോശ ഉണ്ടാക്കുന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല ടേസ്റ്റായിരുന്നു. അത് ഇതുവരെ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ദോശയ്ക്ക് മോൾമോനും ഡാഡിയൊക്കെ കഴിച്ചു. റേച്ചാൻ രാവിലെ അങ്ങനെ കഴിപ്പില്ല. കുറേ നേരം ഇങ്ങനെ പറഞ്ഞ് കുറേ ഇങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കഴിക്കും. ഇത് പ്രൈസമോനില്ല ലപ്പട ഉണ്ടാക്കുന്നതിന് മുമ്പിട്ടുള്ള വീഡിയോ കേട്ടോ. അവന് സ്കൂളിലൊക്കെ പോകണമായിരുന്നു അന്നുള്ള വീഡിയോയാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ അന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ലല്ലേ, അതിൻ്റെ പെയിൻറ്റിങ് ഇരിപ്പുണ്ടായിരുന്നു ഒരെണ്ണം. അങ്ങനെ ആ സമയത്തെ വീഡിയോയായി ഇടുന്നത്. റേച്ചാന് കൊടുക്കാൻ നേരം ബൗളിൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ റേച്ചാന് ചട്നി ബൗളിലാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ പിള്ളേർക്കാണേലും സൈഡിൽ ഒഴിച്ച് കൊടുത്താൽ മതി, ഡാഡിക്കും ബൗളിൽ കൊടുക്കും. അങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ സെപ്പറേറ്റ് ബൗളിലൊന്നും എടുത്തില്ല, അല്ലാതെ കൊണ്ടുപോയി കഴിക്കുമായിരുന്നു. അപ്പോൾ കൊച്ചനെ കൊണ്ടുപോകാനായിട്ട് സ്കൂളിൽ നിന്നൊരു സർക്കുലർ വന്നിട്ടുണ്ട്, ഓരോ ദിവസവും എന്താ കൊടുത്തു വിടേണ്ടിയെന്നുള്ളത്. അപ്പം ഇന്നത്തെ ദിവസം അത് നേരത്തെ അവർ പറഞ്ഞിട്ടില്ലായിരുന്നു, ഇന്നലെ രാത്രിയിലാണ് ഈ സർക്കുലർ തന്നേക്കുന്നത്. അപ്പം ഇന്നെന്ന് പറയുന്നത് സ്റ്റീമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. അപ്പോൾ അവനോട് മസാല ഇഡലി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വേണ്ട. അപ്പോൾ ഞാൻ ചിന്തിച്ചിനി ഈ ഇവിടെയൊക്കെ ദോക്കളയൊക്കെ ഉണ്ടാക്കും, അതിവന് ഇഷ്ടമല്ല. അല്ലാതെ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്ന അതും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്തോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ പാവ് ഭാജി മസാലയുടെ ഭാജി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് ഇങ്ങനെ എൻ്റെ ഐഡിയയിൽ ചെയ്ത ആദ്യം ഒരു ഇച്ചിരി മാവ് ഞാൻ ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ നടുക്കോട്ട് ആ മസാല ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് എല്ലാത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അവന് 2 എണ്ണം കൊടുക്കണം. ബാക്കി നല്ലതാണോ അല്ലയോ എന്നറിയാം. ഇവിടുത്തെ ഷെഫ് ഉണ്ടല്ലോ പോൾമോൻ, അവനൂടെ കൊടുക്കാനായിട്ട്. അവൻ ട്യൂഷന് പോയേക്കുക. അവൻ ട്യൂഷൻ കഴിഞ്ഞ് അവനൊരു 12 മണിയാകുമ്പം കോളേജിൽ പോയാൽ മതി. അതുകൊണ്ട് ഒരു 11 മണിയാകുമ്പോഴത്തേനും അവൻ വരും. രാവിലെ 9 മണിക്ക് പോയതാണ്. അപ്പോൾ അവനൂടെ കൊടുക്കാനായിട്ട് 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ എല്ലാത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇച്ചിരിച്ച ബാജി ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കുറച്ച് മാവ് കൂടെ ഒഴിക്കും. എന്നിട്ട് നമ്മൾ ഇഡലി പുഴുങ്ങുന്നത് പോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത്. അപ്പോൾ റേച്ചാൻ ചോദിച്ചത് കണ്ടിട്ട് ചോദിച്ച് പിന്നെ തേങ്ങയും ശർക്കരയാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നേരം എനിക്കൊരു ഐഡിയ കിട്ടി, അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ ഇന്ന് ഞാൻ ചെയ്തില്ല, ഇനി എന്തെങ്കിലും ഒരു ദിവസം അങ്ങനെ ചെയ്യാമെന്ന് വെച്ച്. ഇന്നിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ലുമേ പ്രൈസമ്മോൻ. ഞാൻ ആദ്യം ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അതൊന്ന് മുറിച്ച് ഒന്ന് തിന്നാൻ കൊടുത്ത്, അഥവാ കഴിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കണ്ടേ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ആ പാവ് ഭാജിയുടെ ആ മസാല നല്ല ടേസ്റ്റുള്ള മസാലയായിരുന്നു, അതുകൊണ്ട് അവന് ഇഷ്ടമായി. അപ്പോൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സും വാങ്ങിച്ചു, അവർക്കും ഇഷ്ടമായി എന്നും പറഞ്ഞു. ഇല്ല, മസാല ദോശയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ വരും ഇത് കഴിക്കുമ്പോഴും.
അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാനിതൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് ഇന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് കറി വെക്കുന്നത് രജ്മ കറിയാണ്. അപ്പോൾ ഞാൻ അന്ന് രജ്മ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഞാൻ വീഡിയോ പറഞ്ഞില്ലേ രജ്മയ്ക്ക് ഇത്രയും വിലയാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പ്രീതി പറഞ്ഞായിരുന്നു ബിജി എങ്ങനെ രജ്മ വെക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് കാണിക്കണേന്ന്. അപ്പോൾ ഞാൻ അന്നേരം ഇന്ന് അതിന് ഈ രജ്മ 2 തരത്തിലുള്ളതുണ്ട്. ഒരു ബ്ലാക്ക് കളറിലെ ഉണ്ട്, ഈ കളറിലെ ഉണ്ട്. ഞാൻ ബ്ലാക്ക് അല്ല വാങ്ങിച്ചത്, ഈ കളറിലെ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഇന്നലെ രാത്രിയിലെ ഞാൻ കുതുക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ടിരുന്നേ. 1 കപ്പ് രജ്മ എടുത്തിട്ട് അതിപ്പോൾ രാവിലെയാണ് നമ്മൾ കടലയൊക്കെ കറി വെക്കുന്നത് പോലെ ഞാൻ സെയിം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് സെയിം കടലക്കറി വെക്കുന്നത് പോലെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് കഴുകി ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്യാമ്പ് മീറ്റിംഗ് കഴിഞ്ഞ് 2-3 ദിവസം ഉണ്ടായിരുന്നല്ല കഴിഞ്ഞ മാസം. അന്നേരം അവിടെ ഒരു സമയം ഡിന്നറിന് രജ്മ കറിയായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ഇത്തിരി യെല്ലോ കളറിലെ. അപ്പം ഞാൻ ആ ടേസ്റ്റ് വെച്ച് എൻ്റെ രീതിയിലായിട്ട് ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് അങ്ങനെ ഇന്ന് കറി വെക്കുന്നത്. എനിക്ക് സാധാരണ കടലക്കറി പോലെ വെക്കുന്നുണ്ടെങ്കിൽ ആ രജ്മ എനിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് വരത്തില്ല. പക്ഷേ ഇതുപോലെ ചെയ്തുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവിടെ ഞാൻ പറഞ്ഞില്ല അവിടെ ഡിന്നറിനുണ്ടായിരുന്നെന്ന്, അവിടെ വെച്ച് എനിക്കങ്ങ് ഇഷ്ടമായി. അപ്പം ഞാൻ അങ്ങനെ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി തേങ്ങ വേണ്ട, ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, എന്നിട്ട് ഒരു 1-2 ഏലക്ക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട്. അപ്പം നിങ്ങൾക്ക് തേങ്ങയൊക്കെ ഇതിനേക്കായി കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കാരണം കൂടുതലിൻ്റെ ആവശ്യമില്ല, കാരണം ഈ രജ്മയ്ക്ക് നല്ലൊരു കൊഴുപ്പുള്ള ഒരു കറിയാണ്. അതുകൊണ്ട് അത്രയും തേങ്ങയൊക്കെ മതി. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അരച്ച് വെച്ചു. അപ്പോഴത്തേക്കും ഞാൻ ഇഡലി ഒന്ന് വെന്തുടനെ എടുത്തൊന്ന് വെളിയിൽ വെച്ചായിരുന്നു. അതിപ്പോൾ ഇച്ചിരി ഒന്ന് തണുത്ത്. അപ്പം അതൊക്കെ ഒന്ന് ഇളക്കിയിടട്ടെ. രാവിലത്തെ ദോശയും കുറച്ച് കഴിച്ചതിൻ്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ട്. അത് വൈകിട്ടൊന്നീ ചായയുടെ കൂടെ എടുക്കാം, അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡലി ഞാനൊന്ന് മുറിച്ച് നിങ്ങളെ കാണിക്കാം. അപ്പം മുറിച്ചപ്പോഴും കാരണം ഒരിച്ചിരി സോഫ്റ്റ് ആയിരിക്കും, അതിൻ്റെ അകത്ത് ആ മസാല ഇച്ചിരി സോഫ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് കട്ടി പോലല്ല, ഇത് നടുവശം ഇച്ചിരി സോഫ്റ്റ് പോലുണ്ട്. ആണ്ടെ അപ്പം ഈ രീതിയിലുണ്ട്. അപ്പോൾ അവന് ടിഫിനൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ രജ്മയ്ക്കായിട്ട് ഞാനിവിടെ ഒരു സവാളയും 2 ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. ആ സവാള താണ്ടെ ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ആ ടേസ്റ്റ് അനുസരിച്ച് ഞാൻ എൻ്റെ രീതിയിലൊന്ന് ഉണ്ടാക്കിയതാണ്. അന്ന് അവിടെ ആ കറി എനിക്ക് ഇവിടെ പോൾമോന് രജ്മ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ആ കൊഴുപ്പ് കടലക്കറിയുടെ കൂട്ടാൻ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് ആ കൊഴുപ്പായതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യം ഇല്ലായിരുന്നു കഴിക്കാൻ. പക്ഷേ അന്ന് അവിടെ വെച്ച് കഴിച്ചോണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ നേരെ ചിന്തിക്കുകയും ചെയ്തത് ഇപ്പം നമ്മുടെ നാവിൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് വെച്ച് അങ്ങനെ ഞാനങ്ങ് ഉണ്ടാക്കുക. ഇന്നലെ മുട്ട വാങ്ങിച്ചോണ്ടേ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ബാക്കി മുട്ട ഇത്രയുണ്ട്. അതിപ്പം വെളിയിലോട്ട് ഞാൻ എടുത്ത് വെക്കുക. ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ഈ മുട്ട പൊരിക്കുകയോ അങ്ങനെയൊക്കെ ഇത് പെട്ടെന്നങ്ങ് തീർക്കണ്ടേ. അപ്പം ഞാൻ ചട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത്. ചട്ടിയിൽ ഓയിലൊഴിച്ചിട്ട് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ആ ഉള്ളിയും ടൊമാറ്റോയും കൂടെ ഒരുമിച്ച് നമുക്കങ്ങ് വഴട്ടിയെടുക്കാം, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കൂടുതൽ കൂടാൻ ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ പൊടികൾ നമുക്ക് വളരെ കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഇച്ചിയും കൂടെ കാശ്മീരി മുളക് പൊടിയും ഇച്ചിരി ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഈ കറി പ്രൈസന് ഇഷ്ടമല്ല, ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ല, എല്ലാവരും കഴിക്കും. എനിക്കും അത്ര അങ്ങ് വലിയ താല്പര്യമില്ല. ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് കുറച്ച് നല്ല ചൂട് ചോറിൻ്റെ കൂടിയിട്ട് കഴിക്കാൻ നല്ലതായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായി ഞാനൊന്ന് തീയേറ്റം കുറച്ചൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിനധികം വേവില്ല, ഒരു 2 വിസിലടിക്കുമ്പോഴത്തേക്കിന് അത് നന്നായി വെന്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ അരച്ചില്ലേ ആ അരപ്പൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ കറിയും നമ്മുടെ ഈ പരിപ്പ് കറിയൊക്കെ പോലെ ആദ്യം ഇത്തിരി വെള്ളമായിട്ടുണ്ടെങ്കിലും തണുക്കുന്നുണ്ടെങ്കിൽ ഇത് കുറേയും കൂടെ അങ്ങ് കുറുകും. കാരണം ഇത് ഇത്തിരി കൊഴുപ്പുള്ള പയറ, നല്ല പ്രോട്ടീനുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ സോയാബീൻ. ഇതിനേക്കായി ഈ വെള്ളേക്കായി കറുപ്പിനാണെന്ന് തോന്നുന്നു കുറേയും കൂടെ ഔഷധ ഗുണം. സോയാബീനല്ല, രജ്മ. ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വിടാം. തിളച്ചതിന് ശേഷം പിന്നെ ഇത്തിരി
കടുകൂടെ വറുത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഇത്രയും ചാറുണ്ടെങ്കിലും തണുക്കുമ്പം നല്ല കൊഴുത്തിരിക്കും. ഞാൻ കാണിക്കാമേ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ ചതുരപ്പുളിന്ന്. ഇവിടെ ഞാൻ നോക്കിയുണ്ടേ, ഞങ്ങൾ വന്ന വഴിക്ക് കണ്ട് അങ്ങനെ ചോദിച്ചോണ്ടേ ഒരെണ്ണം 10 രൂപ. ഇതിപ്പോൾ ചേച്ചി എനിക്ക് അയച്ചു തന്നെ, അവരുടെ വീട്ടിലെ ഉണ്ടായ മരത്തേന്നുള്ളത് പറിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞു എടീ ഞാനിവിടെ ഇത് ചോദിച്ചോണ്ടേ 10 രൂപ അവർ പറഞ്ഞ് അവിടെ ആയിരുന്നെങ്കിൽ. ഇത് തിന്നാൻ നല്ല പച്ചക്ക് തിന്നാൻ നല്ലതാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ചേച്ചിക്ക് എന്തോ അല്ലെങ്കിൽ കൊതി അല്ലാത്തത്, കാണുന്ന എല്ലാം കൊതിയല്ലേ. അപ്പോൾ ഇതിപ്പോൾ രാത്രിയില്ല, ഞാനങ്ങ് മറന്നുപോയി ഉച്ചയ്ക്ക് തണുത്ത് കഴിഞ്ഞത് കാണിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ തണുത്ത് കഴിയുമ്പോൾ ഇത് കുറേയും കൂടെ കുറുകിയിരിക്കുമെന്ന്. ഞാൻ അത്രയും ചാറോടുകൂടി എടുത്തതല്ലേ. ഇപ്പോൾ രാത്രിയാണ് ഞാൻ പെട്ടെന്ന് വന്നൊന്ന് എടുത്തതാണ് ഇത് കാണിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും ചെയ്ത് നോക്കണേ, വല്ലപ്പോഴും ഉണ്ടാക്കി നോക്കും. നല്ല പ്രോട്ടീനുള്ള ഒരു പയറായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.